നമ്മൾ അടിപൊളി ഗോള് സെറ്റ് ചെയ്യാൻ പോവാണ്. വി ആർ ഗോയിങ് ടു സെറ്റ് പവർഫുൾ ഗോൾസ്. ഓക്കെ, എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യണ്ടേ? വെറുതെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഐ വോണ്ട് ടു ബിക്കം റിച്ച്, ഐ വോണ്ട് ടു ബിക്കം റിച്ച്, ഐ വോണ്ട് ടു ബിക്കം കോൺഫിഡൻറ്റ്, ഇങ്ങനൊന്നും എഴുതി വെച്ചോണ്ടൊന്നും കാര്യമില്ല. ഒരു 5 സ്റ്റെപ്പ് ഗോൾ ഫ്രെയിം വർക്ക് ഉണ്ട്. ഓക്കെ, ഗോൾ സെറ്റിങ്ങിന് 5 സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, എഴുതി വെച്ചോളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് 5 എണ്ണാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് വൈ. സ്റ്റാർട്ട് വിത്ത് വൈ. ഞാനൊരു ഗോളൊക്കെ എഴുതി വെച്ചില്ലേ, ഇപ്പൊ 10 എഴുതി വെച്ചില്ലേ? അപ്പോൾ ഓരോ ഗോളിനോടും നമ്മൾ നോക്കിയിട്ട് ചോദിക്കണം, ഞാൻ എന്തിനാ ഇത് നേടിയെടുക്കുന്നത്? ഞാൻ എന്തിനാണ് ഇത് നേടിയെടുക്കേണ്ടത്? വൈ ഷുഡ് ഐ ഡു ദിസ്? വൈ ഡു ഐ വാണ്ട് ദിസ്? ഇതെന്തിനാ എനിക്ക്? ആ ഒരു ചിന്ത, ഞാൻ എന്തിനാ ഇത് നേടുന്നത്? അപ്പൊ നമുക്കത് വർക്ക് ചെയ്യാനുള്ള ഒരു എന്തൂസിയാസം വീണ്ടും വരും. ആരാണ് ഞാൻ ഇത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കൂടെ സന്തോഷിക്കാനുണ്ടാവുക? എഴുതുന്നുണ്ടോ? എല്ലാവരും എഴുതുന്നുണ്ടോ? എന്തൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റെപ്പാണ്. നമ്മൾ 5 സ്റ്റെപ്പിലെ ആദ്യത്തെ സ്റ്റെപ്പാണ് സ്റ്റാർട്ട് വിത്ത് വൈ. അതിൽ തന്നെ നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്, എന്തിനാണ് ഞാനിത് നേടിയെടുക്കുന്നത്? ആരാണ് ഞാൻ ഈ ഗോളൊക്കെ നേടിയെടുത്ത എൻ്റെ കൂടെ സന്തോഷിക്കാൻ ആരാ ഉണ്ടാവുക? ഞാൻ ഈ ഗോള് അച്ചീവ് ചെയ്യുമ്പോഴേക്കും എന്നിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും സംഭവിക്കുക? മനസ്സിലായോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഞാൻ ആദ്യമായിട്ട് സ്പീക്കിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മുടെ മെൻറ്റർ അടുത്ത് പോയപ്പോൾ മെൻറ്റർ എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, എന്തിനാ നീ ഇത് പഠിക്കുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്തിനാ നീ ഇത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് അത്ര കോൺഫിഡൻസ് പോരാ, ഇങ്ങനെ ചറപറ സംസാരിക്കും എന്നല്ലാണ്ട് എന്നെക്കൊണ്ട് പറ്റുന്നില്ല സംസാരിക്കാൻ. ആൾക്കാരുടെ മുന്നിലൊക്കെ സംസാരിക്കുമ്പോൾ എന്തോ ഒരു പേടിയാണ്. സോ ആ പേടിയൊക്കെ ഒന്ന് മാറ്റണം, ഒരു കോൺഫിഡൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, വൈ മനസ്സിലായി. ആർക്കാണ് നീ ഇത് അച്ചീവ് ചെയ്താൽ സന്തോഷം ഉണ്ടാവുക? ഏറ്റവും കൂടുതൽ ഒരുപാട് പേർക്ക് സന്തോഷം ഉണ്ടാവും. ആർക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക? ഞാൻ പറഞ്ഞു, എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനൊരു നല്ലൊരു സ്പീക്കറും ട്രെയിനറും ഒക്കെ ആയി മാറണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയില്ല. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എന്നിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുക ഞാൻ ഈ ഗോള് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ? അപ്പം ഞാൻ മനസ്സിലാക്കി, ഞാൻ കോൺഫിഡൻ്റ് ആവും, എനിക്ക് എൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടാവും, അതേപോലെ തന്നെ ഇതൊരു ഇൻകം ഏർണിംഗ് സ്കില്ലും കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഈ ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് ഞാൻ മനസ്സിലാക്കുകയാണ്, 5 സ്റ്റെപ്പിലെ ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ട് വിത്ത് എ വൈ. ഈ ഒറ്റ ക്വസ്റ്റ്യൻ മാത്രം, അതായത് ഈ ഒറ്റ സ്റ്റെപ്പ് മതി നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട ആ ഫീലിങ്ങിൽ എത്താൻ വേണ്ടിയിട്ട്. ഇതെന്താണ് ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് വന്നു. റെക്കോർഡിംഗ് ഉണ്ടാവുമോ മാം? ഇല്ല, തരൂല. നോട്ട് ഇൻ എ സിറ്റുവേഷൻ ടു റൈറ്റ് ആണോ? ഓഹോ, നോക്കാം നമുക്ക്. ഓക്കെ, നോക്കാം. ദാറ്റ്സ് ഫൈൻ. എന്തായാലും നന്നായിട്ട് അറ്റൻറ്റീവായിട്ട്, ഒന്നുമില്ല എഴുതാൻ പറ്റുന്ന സാഹചര്യം അല്ലെങ്കിലും ഒന്ന് ബ്രെയിനിലേക്ക് അതൊന്ന് കൊടുക്കുക കേട്ടോ. ഓക്കെ, 5 സ്റ്റെപ്പിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? സ്റ്റാർട്ട് വിത്ത് എ വൈ. മറക്കരുതേ, സ്റ്റാർട്ട് വിത്ത് എ വൈ. ഇത് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഏത് ഗോളും സെറ്റ് ചെയ്യാൻ റെഡി ആയിരിക്കും. എങ്ങനത്തെ ഗോളും നമ്മൾ സെറ്റ് ചെയ്യാനും അത് അച്ചീവ് ചെയ്യാനും റെഡി ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നമ്മൾ വരികയാണ്. സെക്കൻഡ് സ്റ്റെപ്പാണ് മേക്ക് ഇറ്റ് സ്പെസിഫിക്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, എനിക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്ന്. ഓക്കെ മുനീറ മാം, സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യത്തെ സ്റ്റെപ്പിൽ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ മെൻറ്റർ അടുത്ത് പോയി എനിക്ക് എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്ന് പറയുന്നത് എൻ്റെ ആഗ്രഹമാണ്, എൻ്റെ ആഗ്രഹം മാത്രമാണ്, അതെൻ്റെ ഗോളാവില്ല. അതിന് ഗോളാക്കി മാറ്റുമ്പോൾ എന്താ പറയുക, അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്, മേക്ക് ഇറ്റ് സ്പെസിഫിക്. ഞാൻ അന്നേരം പറയേണ്ട സംഭവം എന്നറിയോ, I will confidently speak for 5 minutes in front of 20 people by February 2026. അങ്ങനെ പറയാം. ഇന്ന് ഞാൻ പറയാണ്, എനിക്ക് എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊന്ന് ഡെവലപ്പ് ചെയ്യണം കേട്ടോ, ഐ എം നോട്ട് സോ കോൺഫിഡൻറ്റ് ഇനഫ്, എനിക്ക് കോൺഫിഡൻസ് തോന്നുന്നില്ല. ഓക്കെ, ഞാൻ എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യേണ്ടത്? സ്പെസിഫിക് ആയിട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക? ഞാൻ ഫെബ്രുവരി 2026 ഇന്ന് ഡേറ്റ് ആകുമ്പോഴേക്കും
20 പേരുടെ മുന്നിൽ 5 മിനിറ്റ് സംസാരിച്ചിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളൊന്ന് എഴുതി നോക്കിയേ. നിങ്ങളുടെ ഓരോ ഗോള് സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് എഴുതി നോക്കിയേ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ക്ലാരിറ്റി കിട്ടും. ആ ഗോള് ഏറ്റെടുക്കാനുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? 2 സ്റ്റെപ്പ് ആരാ ഇപ്പം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം? ആരാ എക്സ്പ്ലെയിൻ ചെയ്യാം? എനിബഡി? നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ നോക്കാൻ വേണ്ടിയിട്ടാണോ, അതോ ഞാനിങ്ങനെ ബ്ലാങ്ക് സ്ക്രീനോട് എന്തോ പറയുന്നതാണോ? ഹലോ 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 ഹലോ, എനിബഡി? ഹലോ. പറയൂ. സ്റ്റാർട്ട് വിത്ത് വൈ. ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് വിത്ത് വൈ. സ്റ്റാർട്ട് വിത്ത് ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്തെന്നുള്ളത്. എന്തിനാ അത് ചെയ്യുന്നത്? ആരാ എൻ്റെ കൂടെ സന്തോഷിക്കാനുണ്ടാവുക? പിന്നെന്തായിരുന്നു മൂന്നാമത്തതില്? ഇത് ഗോൾ ഞാൻ എന്ത് അല്ലേ? അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? സ്പെസിഫിക് ആക്കാം. അതായത് എനിക്ക് സംസാരിക്കണം. ഇങ്ങനെ പറയുന്നതിനെക്കാട്ടും എനിക്ക് ഫെബ്രുവരി 2026 ഇന്ന ഡേറ്റ് ആകുമ്പോഴേക്കും ഇത്ര പേരുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കണം. അപ്പൊ എന്തായി? സ്പെസിഫിക് ആയി. മനസ്സിലായില്ലേ? 2 സ്റ്റെപ്പ് മനസ്സിലായില്ലേ? അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ബ്രേക്ക് ഇൻ ടു ആക്ഷൻ ഗോൾസ്. ബ്രേക്ക് ഇൻ ടു ആക്ഷൻ ഗോൾസ്. എന്താ സംഭവം? നമ്മൾ വലിയ ഗോൾ അങ്ങോട്ട് എടുത്തു വെക്കും. അതായത് എനിക്ക് മെർസഡീസ് ബെൻസ് വാങ്ങണം മാർച്ച് ആകുമ്പോഴേക്കും. എന്നിട്ട് നമ്മളിങ്ങനെ ഐ വാണ്ട് ടു ബൈ മെർസഡീസ് ബെൻസ്, ഐ വാണ്ട് ടു ബൈ മെർസഡീസ്. അപ്പം നമ്മളുടെ ഉള്ളിലുള്ള മറ്റേ ആൾ പറയും, എടാ നീ ഒരു ഓട്ടോറിക്ഷയെങ്കിലും വാങ്ങ. മാർച്ച് ആകുമ്പോഴേക്കും നീ എങ്ങനെ നീ എന്താ നീ എന്നോട് പറയുന്നതെന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് അവിടെ വരും. ഇൻസ്റ്റഡ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതേ സംഭവം ബ്രേക്ക് ഡൗൺ ചെയ്യണം. മാർച്ച് ആവുമ്പോഴേക്ക് മെർസഡീസ് ബെൻസ് വാങ്ങണമെങ്കിൽ ഇത്ര എമൗണ്ട് വേണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് എനിക്കിപ്പോൾ ഒരു 3 മാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തിൽ എൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടായിരിക്കണം, ഒരാഴ്ചയിൽ എൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടായിരിക്കണം, ഇന്നത്തെ ഈ ദിവസം ഞാൻ എത്ര പൈസ ഉണ്ടാക്കിയിരിക്കണം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ ഇന്ന് ഞാൻ ആ എമൗണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാളെ ഞാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളത് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ മനസ്സ് തന്നെ എൻ്റെ കൂടെ നിൽക്കുള്ളൂ. കുഴപ്പമില്ല, നീ മാർച്ച് ആകുമ്പോഴേക്കും ഇതൊക്കെ വാങ്ങും എന്ന് എൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് എൻ്റെ മൈൻഡിന് കൊടുക്കണം. ഇപ്പം ഞാൻ പറയുന്നു, എനിക്ക് അടിപൊളി പബ്ലിക് സ്പീക്കർ ആവണം. മാർച്ച് ആകുമ്പോഴേക്കും ഞാനിങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ തല ഉയർത്തിയിട്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പം എന്താണെന്നറിയോ? എൻ്റെ ഉള്ളിലെത്താ ക്രിട്ടിക്ക് പറയും, എന്ത് പണിയാണ് നീ പറയുന്നത്? ഒരാളോട് വരെ മുഖം നോക്കി സംസാരിക്കാത്ത നീയാണോ മാർച്ച് ആകുമ്പോഴേക്കും 1000 ആൾക്കാരോട് സംസാരിക്കാൻ പോകുന്നത്? പറയുന്നതിനൊക്കെ ഒരു അതിരില്ലേ? ഒന്ന് പോയേ. അപ്പം പിന്നെ നമ്മളിങ്ങനെ ആവില്ല അല്ലേ, ഓക്കെ, നടക്കൂല. അതാ സംഭവം. നമ്മൾ വലിയ ഗോൾ എടുത്ത് തലമ വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് തന്നെ പറഞ്ഞു കൊടുക്കും, നിന്നെ കൊണ്ട് നടക്കൂല. അപ്പം എന്ത് സംഭവിക്കും? നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യൂല. അപ്പോൾ ഇൻസ്റ്റഡ് ഇപ്പം ഞാൻ പറയുന്നു, ഐ വോണ്ട് ടു ബിക്കം എ പബ്ലിക് സ്പീക്കർ ബൈ മാർച്ച്. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് എന്ത് ചെയ്യണം? ഞാനിങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത ഇന്ന് എന്ത് ചെയ്യണം? ഞാൻ എഴുതാണ്, ഡെയിലി ഞാൻ 10 മിനിറ്റ് സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യും. ആഴ്ചയിൽ ഞാൻ ഒരു ദിവസം ഇതേപോലെ വീഡിയോസ് റെക്കോർഡ് ചെയ്യും. ഞാൻ ആഴ്ചയിൽ 2 ദിവസം 2 സ്പീച്ചസ് നേരിട്ട് പോയിട്ട് വാച്ച് ചെയ്യും. ഇങ്ങനെയൊക്കെ ഞാൻ സ്റ്റെപ്പ് എടുക്കുമ്പോൾ എൻ്റെ കുഴപ്പമില്ലല്ലോ, എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് ആണല്ലേ, അതൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല, അതൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് സംഭവിക്കും? സ്ലോലി നമ്മൾ ആ മാസം ആകുമ്പോഴേക്കും നമ്മൾ ഡെവലപ്പായിട്ടുണ്ടാവും. അതിനാ പറയുന്നത് ബ്രേക്ക് ദാറ്റ് ബിഗ് തിങ് ഇൻ ടു സ്മോൾ ചങ്ക്സ്. നമ്മളുടെ മൈൻഡിന് കുറച്ച് റിലാക്സ് ആയ കാര്യങ്ങളൊക്കെ ഇഷ്ടം. വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്താൽ അത് കേൾക്കൂല. ഓക്കെ, അപ്പം ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് 2 മാസത്തിൻ്റെ ഉള്ളിൽ 20 ലക്ഷം രൂപ ഉണ്ടാക്കണം എന്നാണ് നിങ്ങളുടെ ഗോളെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ എത്ര എമൗണ്ട് ഉണ്ടാക്കണം, ആ രീതിയിലേക്ക് ചുരുക്കാം. എന്നിട്ട് ഇന്ന് ഞാൻ ഈ എമൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചിന്തിക്കാം. സോ ദാറ്റ് ഈസ് എ തേർഡ് സ്റ്റെപ്പ്. എന്താ പറഞ്ഞേ? ബ്രേക്ക് ഡൗൺ. ഓക്കെ, ചെയ്തേ.
3 സ്റ്റെപ്പ് കഴിഞ്ഞ് 4ാമത്തെ സ്റ്റെപ്പാണ് അലൈൻ വിത്ത് യുവർ റിയാലിറ്റി. അലൈൻ യുവർ ഗോൾസ് വിത്ത് യുവർ റിയാലിറ്റി. അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് ഒരു പബ്ലിക് സ്പീക്കർ ആവണം, അതെൻ്റെ ഗോളാക്കി. അത് എന്നെ കൊണ്ട് പറ്റുമോ? ഒന്ന് ചിന്തിച്ച് നോക്കാം. എൻ്റെ ഒരു കറണ്ട് സ്റ്റൈൽ പ്രകാരം ഞാനിത് എപ്പോഴാണ് പഠിക്കുക? ആരെടുത്തുനിന്നാണ് പഠിക്കുക? എന്നെക്കൊണ്ട് ഇത് പറ്റുമോ? എനിക്കിതിന് മാത്രം സമയമുണ്ടോ? എല്ലാ ദിവസവും ഞാൻ പറഞ്ഞല്ലോ 10-15 മിനിറ്റ് ഒക്കെ ഇതിന് വെക്കണമെന്ന്. അപ്പോൾ എല്ലാ ദിവസവും 10-15 മിനിറ്റ് ഇതിന് വേണ്ടി വെക്കാൻ എനിക്ക് സമയമുണ്ടോ? ആരാ? ഓക്കെ, നമ്മൾ ചോദിക്കാം നമ്മളോട് തന്നെ, എനിക്ക് ഇത് ചെയ്യാനുള്ള സമയമുണ്ടോ? ഇത് ചെയ്യാനുള്ള റിസോഴ്സസ് ഉണ്ടോ? എനിക്കിത് പഠിക്കാനുള്ള കഴിവുണ്ടോ? ആരാ എന്നെ ഹെൽപ്പ് ചെയ്യുക? ഇത് എൻ്റെ കറണ്ട് ലൈഫ് സ്റ്റൈലായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ? അതായത് ഒരിക്കലും നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ ബ്രേക്ക് ഡൗൺ ആക്കാൻ പാടില്ല. നിങ്ങളെ കംഫർട്ട് സോണിൽ കുറച്ചൊന്ന് സ്ട്രെച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരിക്കലും ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഗോൾ സെറ്റിങ്ങിനെ കൊണ്ടുപോകരുത്. അപ്പോൾ നിങ്ങളോട് ചെയ്യേണ്ട സംഭവമാണ് അലൈനിങ് വിത്ത് യുവർ റിയാലിറ്റി. നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ എന്ന് നിങ്ങൾ അലൈൻ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിലേ നമ്മളുടെ റൈറ്റ് ബ്രദേഴ്സ് ഇല്ലേ, ഈ പ്ലെയിനൊക്കെ ഉണ്ടാക്കിയ ആ സഹോദരന്മാരാണ് ആദ്യമായിട്ട് പ്ലെയിൻ ഉണ്ടാക്കിയത്. അപ്പോൾ അവരിങ്ങനെ അവരുടെ അലൈനിങ് വിത്ത് റിയാലിറ്റി, അന്ന് വരെ ആരും പ്ലെയിൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അവരിങ്ങനെ ചിന്തിക്കുക, പടച്ചോവനെ ഇന്ന് വരെ ആരും പ്ലെയിൻ ഉണ്ടാക്കിയിട്ടില്ലല്ലോ, അപ്പം ഇത് സാധിക്കുമോ? എങ്ങനെ സാധിക്കാനാ? ആരും ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല. അവിടെ എന്താ സംഭവിച്ചേ? അവിടെയും സംഭവിച്ചത് ഇറ്റ് ഈസ് അലൈനിങ് വിത്ത് ദിയർ റിയാലിറ്റി. അവർക്കതില്ല സമയമുണ്ട്, അതിൻ്റെ റിസോഴ്സസ് ഉണ്ടായിരുന്നു, അതിൻ്റെ സ്കില്ലുണ്ടായിരുന്നു, അത് പഠിച്ചെടുക്കാനുള്ള മനസ്സുണ്ടായിരുന്നു, ആൻഡ് ഇറ്റ് വാസ് ഫിറ്റിംഗ് ദിയർ ലൈഫ്. അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ റിയാലിറ്റി അല്ല നിങ്ങളുടെ റിയാലിറ്റി അല്ല എൻ്റെ. അപ്പോൾ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ റിയാലിറ്റി വെച്ചിട്ട് നോക്കാം. നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഇപ്പം എൻ്റെ കേസ് എടുക്കാം. ഞാൻ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് ആ സമയത്ത് ചെറിയൊരു ജോലിയൊക്കെ ചെയ്തു പോയി. പിന്നെ കംപ്ലീറ്റ്ലി ഒരു ഹൗസ് വൈഫായി മാറിയപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യം എനിക്കില്ല. എനിക്ക് പെട്ടെന്ന് അത് പറ്റില്ല, ബിക്കോസ് മൈ കിഡ്സ് വെർ സ്മോൾ. അപ്പം ഞാനിങ്ങനെ എന്നെക്കൊണ്ട് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ഇരുന്നു കുറച്ച് നാൾ. അങ്ങനെ നമ്മളിങ്ങനെ സൈലൻസിലൊക്കെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ബോധോദയം വന്നത്. അല്ല, ഓൺലൈനൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റൂലേ? വീട്ടിലിരുന്നാൽ എന്താ ഓൺലൈനിൽ ചെയ്യാൻ പറ്റൂലേ? അങ്ങനെയാണ് ഞാൻ ഓൺലൈനിൽ പല കാര്യങ്ങളും ചെയ്തിട്ടാണ് ലാസ്റ്റ് ഇപ്പോൾ ട്രെയിനിങ്ങും കോച്ചിങ്ങുമായിട്ട് ഓൺലൈനിൽ തന്നെ റിലീസായത്. ഇതിന് മുന്നേ ഒരുപാട് കാര്യം മിസ്റ്ററി ഷോപ്പിംഗ് ആയിട്ടും ഡാറ്റ എൻട്രി ആയിട്ടും റീസെല്ലിംഗ് ആയിട്ടും ഡയറക്റ്റ് സെല്ലിംഗ് ആയിട്ടും ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഓൺലൈൻ തന്നെ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് വാസ് മൈ റിയാലിറ്റി. എന്നെക്കൊണ്ട് എന്താ ചെയ്യാൻ പറ്റാമെന്ന് ഞാൻ ചിന്തിച്ചത് കൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത്. ഞാൻ ഓൾവേസ് ലേണിംഗ് ആയിരുന്നു. ഓൺലൈനിലൂടെ പഠിക്കാൻ പറ്റുമെന്ന് എനിക്കറിയായിരുന്നു. ഓൾവേസ് ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദാറ്റ്സ് ഹൗ ടുഡേ ഐ എം ഹിയർ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു. വലിയൊരാളായിട്ടല്ല, ഒരു പടി മേലെ ഞാനൊരു സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ട് ഇവിടെ നിൽക്കുന്നത് ഈസ് ബിക്കോസ് ഐ ടുക്ക് അപ്പ് ദ ചാൻസ്. എങ്ങനെ പറ്റിയ? സ്റ്റെപ്പ് 4, അലൈൻ വിത്ത് യുവർ റിയാലിറ്റി. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക നിങ്ങളുടെ റിയാലിറ്റിയിൽ, അതെന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, സ്റ്റെപ്പ് 5 എന്താണ്? എഴുതി വെക്കുക. എന്താണോ നിങ്ങൾ ഗോളായിട്ട് സെറ്റ് ചെയ്യുന്നത്, മനസ്സിൻ്റെ ഉള്ളിൽ എനിക്കൊരു ബെൻസ് വാങ്ങണം, മാർച്ച് അവസാനം നമുക്ക് ബെൻസ് വാങ്ങണം, ഇങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, അത് എഴുതി വെക്കണം. കാരണം സ്റ്റഡീസ് പറയുന്നത് 42% കൂടുതലാണ് പോലും ഗോൾ അച്ചീവ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങളത് എഴുതി വെക്കുന്നുണ്ടെങ്കിൽ. ഇപ്പം ഈസി അല്ലേ? ഒന്ന് എഴുതി വെച്ചൂടെ? എല്ലാവർക്കും എളുപ്പമല്ലേ? ഒന്ന് എഴുതി വെക്കുന്നതിനെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പം നമ്മൾ ഇന്നോട്ട് എഴുതിയിട്ട് തന്നെ വെക്കണം നമ്മളെ ഗോൾസ്. ഓക്കെ, സോ നമ്മളിപ്പോൾ 5 സ്റ്റെപ്സ് ആണ് പറഞ്ഞത്. പവർഫുൾ ഗോൾ സെറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട 5 സ്റ്റെപ്സ്. ആദ്യത്തത് സ്റ്റാർട്ട് വിത്ത് വൈ, രണ്ടാമത്തത് മേക്ക് ഇറ്റ് സ്പെസിഫിക്, മൂന്നാമത്തത് ബ്രേക്ക് ഡൗൺ യുവർ ഗോൾസ്, നാലാമത്തത് നിങ്ങളുടെ റിയാലിറ്റിയുമായിട്ട് അത് ബന്ധപ്പെട്ടിരിക്കണം, അഞ്ചാമത്തത്
എഴുതി വെക്കണം. മനസ്സിലായോ? എല്ലാവരും എഴുതി വെച്ചോ? എന്തായാലും നിങ്ങൾ നിങ്ങളെ കൂടെ ഒന്ന് ഇരുന്നിട്ട് എഴുതണം കേട്ടോ. നിങ്ങളുടെ ഗോൾസ് ഒക്കെ ഒന്ന് എഴുതി വെക്കണേ. എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബി വിത്ത് യുവർ സെൽഫ് ഡേ എന്ന് പറയും. ഡേ ഒന്നും നമ്മളെ പെണ്ണുങ്ങൾക്ക് കിട്ടൂല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ദിവസത്തിൻ്റെ, ഇന്നിപ്പോൾ 29, 30, 31, 2 ദിവസമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു 3 മണിക്കൂർ ചെയ്യോ? കേട്ടില്ല. ഇപ്പൊ 5 തിങ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യോ? 5 സ്റ്റെപ്പ് ഗോൾ സെറ്റിംഗ് ഫ്രെയിംവർക്ക് ആണ്. ആദ്യത്തേത് സ്റ്റാർട്ട് വിത്ത് വൈ, എന്തിനാണ്. ഓക്കെ, സ്റ്റാർട്ട് വിത്ത് വൈ. രണ്ടാമത്തത് മേക്ക് ഇറ്റ് സ്പെസിഫിക്, എപ്പോ, എങ്ങനെ, ഏത് സമയം കൊണ്ട് എന്നൊക്കെ പറയൂലേ, അതേപോലെ സ്പെസിഫിക്. മൂന്നാമത്തത് ആ വലിയ ഗോളുണ്ട് നമുക്ക്, അതിനൊന്ന് കുഞ്ഞാക്കി മാറ്റുക. എന്തിനാണ്? എന്നാൽ മാത്രമേ നമ്മൾ തന്നെ വിശ്വസിക്കുള്ളൂ ഇത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് കേട്ടോ, ഒന്ന് കുഞ്ഞാക്കി മാറ്റുക അതിനെ. നാലാമത്തത് അലൈൻ വിത്ത് യുവർ റിയാലിറ്റി. നിങ്ങൾക്ക് അതിൻ്റെ സമയമുണ്ടോ? ഒരു കാര്യം ചെയ്യണം, നിങ്ങൾക്ക് ആ ഗോളിലേക്ക് എത്തണം, അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ചെയ്യാനുള്ള സമയം നിങ്ങൾക്കുണ്ടോ? സാഹചര്യം നിങ്ങൾക്കുണ്ടോ? റിസോഴ്സ് നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ കറണ്ട് ലൈഫ് അതിന് ഫിറ്റ് ആകുന്നുണ്ടോ? ഒക്കെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുന്നതിനെയാണ് അലൈൻ വിത്ത് യുവർ റിയാലിറ്റി എന്ന് പറയുന്നത്. അഞ്ചാമത്തത് നിങ്ങളുടെ ഗോള് എഴുതി വെക്കുക. എഴുതി വെച്ച ഗോള് 42% മോർ ലൈക്ലി ആണ് അത് നടക്കാൻ വേണ്ടിയിട്ട്, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എഴുതി വെക്കുക.